ഓറയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയ കളക്ഷൻസ് ഒന്നും അല്ല കേട്ടോ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കൊരു ഓഫർ സെയിൽ ക്രിസ്മസ് ഓഫറൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ നവംബർ 14 തീയതിയാണ് നമ്മൾ ആദ്യത്തെ നമ്മളുടെ ജ്വല്ലറി കളക്ഷൻസ് വീഡിയോ വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഇൻസ്റ്റയിലുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇതുപോലെ യൂട്യൂബ് ചാനൽ വഴിയും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം പൊതുവെ ഫോളോവേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ നമ്പറുകളിൽ കുറവുണ്ടെങ്കിലും സെയിൽ ആവശ്യത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ഇതിൽ കാണിച്ചിട്ടുള്ള കളക്ഷൻസ് മാത്രമാണ് ഇപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം 1 or 2 പീസസ്, ചിലത് 1 പീസ്, ചിലത് 2 പീസൊക്കെ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. ചിലത് ഉണ്ടാകണമെന്നും ഇല്ല കേട്ടോ, ചിലത് ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഓഫറാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്കിങ്ങനെ മുന്നോട്ടും ഇങ്ങനെ തന്നെ തുടരണമെന്നൊക്കെയാണ് നമ്മളുടെ ആഗ്രഹം. കാരണം നമുക്കൊരു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരോ ഉള്ളവർക്ക് എപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള ഓഫേഴ്സ് കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കൊണ്ടുവരുന്നൊരു ഓഫർ എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് മാത്രമുള്ളൊരു ഓഫറാണ്. അതായത് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, ഓറയുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഓറയിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിന് മാത്രം കൊണ്ടുവരുന്നൊരു ഓഫറാണ് കേട്ടോ. ഇത് ചെയ്യേണ്ടതിൽ ഈ ഓഫർ കിട്ടാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇപ്പോൾ നമുക്കൊരു കുറവ് എന്ന് പറയുന്നത്, അതായത് സെയിലിന് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ റീച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലെ പേജിൻ്റെ റീച്ചിന് നമുക്ക് ഫോളോവേഴ്സ് കൂടുതലായിട്ട് വേണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ട് വേണം. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനലിനെ ബേസ് ചെയ്ത് മാത്രം പറഞ്ഞോട്ടെ, നമുക്കിവിടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ചുകൂടി നമ്പർ ഇൻക്രീസ് ചെയ്യേണ്ടതൊരു ആവശ്യമുണ്ട്. അപ്പോൾ ചാനലിൻ്റെ ഗ്രോത്ത് അപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സെയിൽ ഗ്രോത്ത് വേറെ, അല്ലെങ്കിൽ ചാനൽ ഗ്രോത്ത് രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ചാനൽ ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു, കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഈ പറയുന്ന ഓഫർ അവൈലബിൾ ആകണമെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്, സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടാവുമല്ലോ, അതയക്കണം. അതിനോടൊപ്പം ആയിരിക്കണം നിങ്ങളുടെ അവൈലബിലിറ്റി, ഏത് ഐറ്റമാണ് വേണ്ടതെന്ന് ചോദിക്കാൻ. ഇനി എന്താണ് ഓഫർ എന്ന് പറഞ്ഞോളാം. ഓഫർ ഇത്രയാണ്. അതായത് നമ്മുടെ കാറ്റലോഗ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കാറ്റലോഗിൽ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാത്തിൻ്റെയും പ്രൈസ്, ആ പ്രൈസിൽ നിന്ന് 25% ഡിസ്കൗണ്ടാണ് കേട്ടോ നമ്മൾ തരുന്നത്. അതായത് എല്ലാത്തിനും. ഇപ്പം നമ്മൾ ആദ്യം കാണുന്നവർ പിന്നെ ഒരു ഡിലേ വന്നിട്ട് നമ്മളോട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അത് സോൾഡ് ഔട്ട് ആയ കംപ്ലീറ്റ് സ്റ്റോക്ക്, ഞാൻ പറഞ്ഞു സ്റ്റോക്ക് ഔട്ട് ആയെന്ന് പറയേണ്ടത് വരും. ചിലപ്പോൾ 1 പീസസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ചിലത് 2 ആയിരിക്കും. അതിൽ കൂടുതലൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ, അതായത് വീഡിയോ കാണുമ്പോൾ തന്നെ താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും അപ്പോൾ തന്നെ മെസ്സേജ് നമുക്ക് ഒരു ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പ്ലസ് ഏതാണോ വേണ്ടത് ആ ഒരു ഐറ്റത്തിൻ്റെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ കാറ്റലോഗ് നോക്കിയിട്ട് കാറ്റലോഗിൽ നിന്നൊരു കാർട്ടായിട്ടിങ് സെൻഡ് ചെയ്ത് തന്നാലും മതി. അപ്പോൾ അതിൽ 25%, അതായത് അതിൻ്റെ പ്രൈസ് എത്ര അവിടെ കിടക്കുന്നോ അതിൽ നിന്ന് 25% ഡിസ്കൗണ്ട് ആയിരിക്കും. അത് സബ്സ്ക്രൈബർ ആയിട്ടുള്ളവർക്ക് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്തുകൂടി അടുത്തൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ ചാനൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് ഇതിപ്പോൾ എല്ലാം ആൻറ്റി ടാർണിഷ് ജ്വല്ലറികളാണ്. അപ്പോൾ ഈ ആൻറ്റി ടാർണിഷ് ജ്വല്ലറി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആൻറ്റി ടാർണിഷ് ജ്വല്ലറികൾ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇമിറ്റേഷൻ ജ്വല്ലറി എന്ന് പറഞ്ഞാൽ കോപ്പർ ബേസ്ഡ്, അതിൽ കോപ്പറിൽ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതാണ്. അതേസമയം ആൻറ്റി ടാർണിഷ് ജ്വല്ലറി എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ബേസ് വരുന്നത്, എന്നിട്ട് അതിലാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 18K ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കറുത്ത് പോകില്ല, ടാർണിഷ് ആവില്ല. അതാണ് എഗെയിൻസ്റ്റ് ടാർണിഷ് എന്നൊരു മീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറുത്ത് പോകാത്ത
പെട്ടെന്ന് കറുത്ത് പോകാത്ത തരത്തിലുള്ള ജ്വല്ലറീസാണിത്. അതിന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഈ കടാ ബ്രേസ്ലെറ്റ്സ് ഒക്കെ തന്നെ എൻ്റെ കയ്യിൽ ഇതൊരു 2 years ആയിട്ട് ഈ ഒരു സെയിം കടാ ബ്രേസ്ലെറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതുവരെ ഒരു കളറിന് ഒരു ഫെയ്ഡ് പോലും ആയിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് കടാ ബ്രേസ്ലെറ്റ്സ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ നിന്ന് ലൂസായിട്ട് ഊരിയെടുത്ത് അപ്പോൾ തന്നെ നമ്മളിപ്പോൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിലോ പുറത്ത് പോയിട്ടുണ്ടെങ്കിലോ ഓഫീസ് അങ്ങനെ എന്ത് പർപ്പസിന് പോയവർക്ക് അത് ആ ഒരു പർപ്പസ് കഴിഞ്ഞാൽ അത് ഊരിയെടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ ചെയിനോ അല്ലെങ്കിൽ ചെയിൻസൊക്കെ നമ്മൾ പെട്ടെന്നൊന്നും റിമൂവ് ചെയ്യില്ലല്ലോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് തന്നെ കഴുത്തിലൊക്കെ പോലെ പെട്ടെന്ന് വേർക്കുമില്ല കയ്യിലാകുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും കളർ പോകാത്ത തരത്തിലുള്ളതായതുകൊണ്ട് ഇത് നമുക്ക് ഈ ഒരു ചെയിനൊക്കെ ഈ കടാ ബ്രേസ്ലെറ്റ്സൊക്കെ നമുക്കൊരു 2 years മോർ ദാൻ 2 years ഒക്കെ നമുക്ക് യൂസ് ചെയ്യും. ഇപ്പോൾ അതിൽ 2 years ആയിട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിൽ ആ ഫസ്റ്റ് വൺ കാണിച്ച കടാ ബ്രേസ്ലെറ്റ്സ് നമ്മൾ ആദ്യം ഇതൊന്ന് വരുത്തിയൊക്കെ നോക്കിയ ശേഷമാണ് കേട്ടോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ വെറൈറ്റീസ് എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് രണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് കിട്ടുമല്ലോ. ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് കാറ്റലോഗിൽ നിന്നോ നമുക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ അതിൻ്റെ ഒറിജിനൽ റേറ്റിൽ നിന്ന് 25% അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും. പിന്നെ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം വരുന്ന കുറച്ച് പേർക്കായിരിക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുക. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനലിൽ ഞങ്ങൾ ഇമിറ്റേഷൻ ജ്വല്ലറികൾ അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ്, പിന്നെ നോർമൽ നമ്മൾ യൂസ്വലി യൂസ് ചെയ്യുന്ന ക്യാഷ്വലായിട്ട് വെയർ ചെയ്യുന്ന മാലകൾ, കമ്മലുകൾ, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് യെസ് എന്നുകൂടി കമൻറ്റ് ചെയ്താൽ നമുക്ക് ഉപകാരമായിരുന്നു. കാരണം നിങ്ങളുടെയൊക്കെ ഒരു എന്താണോ നിങ്ങളുടെ ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുവന്നാൽ മാത്രമാണല്ലോ നമ്മളുടെ ചാനലും സെയിലിനും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സജഷൻ ചോദിക്കുന്നത്. അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻ്റായിട്ട് യെസ് എന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. പിന്നെ കാറ്റലോഗിൽ ഇതിലെല്ലാം മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ചിലതൊക്കെ റീസ്റ്റോക്ക് ചെയ്ത കളക്ഷൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നോക്കിയിട്ട് എല്ലാവർക്കും താല്പര്യമുള്ളവർ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പം തന്നെ ലൈക്ക് കൂടി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക. പിന്നെ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് കൂടുതൽ കളക്ഷൻസ് മോർ വെറൈറ്റീസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ആൻറ്റി ടാർണിഷ് അല്ലാതെ ഇമിറ്റേഷൻ ജ്വല്ലറികൾ, ഹെയർ ആക്സസറീസ്, ക്യാഷ്വൽ വെയർ ആയിട്ടുള്ള റിങ്സ്, ചെയിൻസ്, ബാംഗിൾസൊക്കെ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ജസ്റ്റ് യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല കേട്ടോ, നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്ത് നമ്മൾ രണ്ടുപേർക്കും വേണമല്ലോ. ഇതുപോലെ ഒരു മ്യൂച്വലിസം എന്നൊക്കെ പറയാം. നമുക്ക് രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ, അതായത് നമുക്ക് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യണം, നിങ്ങൾക്കത് എന്താണ് പറഞ്ഞത് ഒരു ആനുപാതികമായിട്ടുള്ള രീതിയിലൊരു പ്രൈസ് റേഞ്ച് കുറച്ച് തരിക എന്നുള്ളത്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത് ഹോൾസെയിൽ റേറ്റിൽ, അതായത് ഇപ്പോൾ ഈ ഒരു 200 rupees ഉള്ളൊരു എന്തെങ്കിലും ഒരു ആക്സസറി നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ അപ്പോൾ അതിനകത്ത് ആ ഒരു 200 rupeesനാണെങ്കിൽ അതിൻ്റെ 25% 50 rupees അവിടെ കുറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരാളിൽ നിന്ന് ഒരു 1 നമ്പർ വെച്ച് എല്ലാ ഐറ്റവും പർച്ചേസ് ചെയ്താൽ പോലും അവർ കുറയ്ക്കുക ഏകദേശം 25% ആയിരിക്കും ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ഹോൾസെയിൽ റേറ്റിൽ തന്നെയായിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് നേട്ടം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ചാനലിന് കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, ചാനൽ ഗ്രോ ആകും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകണം. കാരണം ഇതിന് നമ്മളൊരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നു എന്നേ ഉള്ളൂ. രണ്ടു പേർക്കും ബെനിഫിഷ്യലായിട്ട് വരണം. നമ്മൾ ഇതുവരെയുള്ള പ്രൈസിൽ ഒരു ചേഞ്ചസും വരുത്തുന്നില്ല. ആ പഴയ പ്രൈസ് തന്നെയായിരിക്കും. അതിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് 25%, ആ പ്രൈസ് ഏതാണോ അതിൽ 25% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.